ഇനി ദൈവാന്വേഷണം എന്ന് പറയുന്നത് രണ്ട് തലങ്ങൾ ചേർന്നാണ്. ഒന്ന്, നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നു. അത് ദൈവം തന്നെയാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾ എന്തോ ഒരു രസം പറയുന്നത് കൊണ്ട് നിങ്ങൾ ദൈവാന്വേഷണത്തിലേക്ക് എത്തിച്ചേരുന്നു. മറ്റൊന്ന്, നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ നല്ലതുപോലെ മനസ്സിലാക്കണം. നിങ്ങളുടെ എല്ലാ അവസ്ഥകളോടും, നിങ്ങളുടെ സ്വഭാവ പ്രത്യേകതകളോടും, സ്വഭാവ വൈകല്യങ്ങളോടും എല്ലാത്തിനോടും കൂടെ നിങ്ങൾ നിങ്ങളെ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോൾ തന്നെ പല കാര്യത്തിലും നിങ്ങൾക്ക് ഒരു വിടുതൽ ലഭിച്ച് നിങ്ങൾ കുറച്ചൊന്ന് ഫ്രീ ആകും. ഇന്നലെ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കർത്താവ് മറന്നു കളഞ്ഞു. അത് ഞാൻ അനുദപിച്ച പാപങ്ങളൊന്നും കർത്താവിനെ ഓർത്തിട്ടേയില്ല. ഓരോ ദിവസവും ക്രിസ്തുവിന്റെ സ്നേഹം പുതിയതാണ്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഭയപ്പെടുന്നത്? ഈ ഭയത്തെ ഇല്ലാതാക്കാനല്ലേ ഈ വിശ്വാസം മുഴുവനും നമ്മളെ സഹായിക്കേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ ഉന്നതമായ ഒരു സൃഷ്ടിയാണ്. നിങ്ങൾക്ക് ജീവൻ വന്നിരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൽ നിന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. യൂസ്ലെസ് ആയ ഒരാളെയും ദൈവം ലോകത്ത് സൃഷ്ടിച്ചിട്ടില്ല. ദൈവം ഒരു സൃഷ്ടികർമ്മം നടത്തിയിട്ടുണ്ടെങ്കിൽ നന്മയായ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമായിട്ടാണ്